എന്ത് സുഖം മണി. പണ്ടൊക്കെയാണെങ്കിൽ നീ എപ്പോഴും ഇങ്ങനെ ചെയ്തു വരാം. ഇപ്പോഴാണ് സമയമില്ല. വീട്ടിലെ പണി കഴിഞ്ഞിട്ട് നേരം വേണ്ടേ? സമയം എന്റെ കാര്യം നോക്കാൻ സമയമില്ല. ഇല്ലെങ്കിൽ പിന്നെ നിങ്ങൾ ഇങ്ങനെ കണ്ട് ബഹളം വെച്ചോണ്ടിരുന്ന ഞാൻ എങ്ങനെ ചെയ്തിരുന്നോ? നമ്മൾ അന്ന് ഒരു 10 വർഷം മുമ്പ് താമസിച്ചിരുന്ന വീട്ടിൽ എന്ത് രസമായിരുന്നല്ലേ. പണിയും ചെറിയ വീടാണ്. എനിക്ക് ഒരുപാട് ഫ്രീ ടൈം ഉണ്ടാവുമായിരുന്നു. മൊത്തം നരച്ചേട്ടാ മുടി. എവിടെ നരച്ചു? പിന്നെ എത്ര മുടി നരച്ചു? ഞാനേ കുറച്ചു നേരം കഴിഞ്ഞിട്ട് എണ്ണീട്ട് അങ്ങോട്ട് ലിസ്റ്റ് അയച്ചുതരാം. എന്തിനമ്മ ഈ നരച്ച വയസ്സിന്റെ കൂടെയൊക്കെ താമസിക്കണേ? ഡിവോഴ്സ് ആയിട്ട് പോവാ. എന്തോന്ന് പറയണത്? മിണ്ടായിരിക്കണോ? അച്ഛാ എണീച്ച് പോച്ച. അച്ഛനോടാണ് പറഞ്ഞത്. വന്നൊന്നും ഒരു വിലയില്ല രണ്ടെണ്ണത്തിന് കേട്ടോ. അച്ഛ ഈ വില എന്നൊക്കെ പറയണതേ നമുക്ക് ഈ കടയിൽ പോയി വില കൊടുത്ത് മേടിക്കാൻ പറ്റൂല. എന്തോന്ന് കറക്റ്റ്? അല്ല അതൊന്നും അച്ഛന് പറഞ്ഞാൽ മനസ്സിലാവൂല അച്ഛാ. അതാണ് മനസ്സിലാവാതിരിക്കാൻ ഞാൻ തോന്നുന്നു പൊട്ടനാ. നിങ്ങൾ ഈ പൊട്ടനാണോ ഇടയ്ക്കിടയ്ക്ക് ചോദിച്ചിട്ടേ പിള്ളേർക്ക് ഇല്ലാത്ത തോന്നലുണ്ടാക്കല്ലേ. മിണ്ടാതെ ഇവിടെ ഇരി. നീ ഒരു കാര്യം ചെയ്യ്, ചൂലെടുത്തോണ്ടോ. എന്തിനമ്മ ചൂല്? ഞാൻ പറയാം, എടുത്തോണ്ടോ കാര്യം പറയാം. പിങ്കി നീ പോയി ചൂലെടു. ദാശായണി അങ്ങോട്ട് നടന്നോളാം. അങ്ങ് പുറകെ വന്നു. ഒരു അക്രമ കലാപരഹിത കിനാശേരിയാണ് ഞാൻ സ്വപ്നം കാണുന്നത്. പറയണത്. അതുകൊണ്ട് ഞാൻ തന്നെ പോയിട്ട് എടുത്തോണ്ട് വരാം കേട്ടോ. ശരി. അവർക്ക് ഡയലോഗ് അടിക്കാൻ ഒരു അവസരം മനസ്സിലാക്കണമെങ്കിൽ സെൻസ് വേണം, സെൻസിറ്റിവിറ്റി വേണം, സെൻസിബിലിറ്റി വേണം. അച്ഛാ ചൂല് അല്ല വാങ്ങിച്ചോ? എന്തിന് വാങ്ങിക്കടി. വാങ്ങിരു. അല്ല വാങ്ങിച്ച് ഇത് എനിക്ക് എന്തിനാണ് ഞാൻ ചോദിച്ചത്. മക്കൾക്ക് ചൂലിന്റെ ഗുണം ആവശ്യം എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടെ? ചൂലും കോലും കണ്ടാ തിരിച്ചറിഞ്ഞൂടാത്ത കെട്ടിക്കാൻ പ്രായമായി. അതെ, ചൂല് തൂക്കാനുള്ളതാണെന്നൊക്കെ എനിക്ക് അറിയാലോ. പോയി തൂക്കാൻ. ഞാനാ അവിടെ കിടക്കണ ഈ ചവറൊക്കെ വാരിയിട്ട് കത്തിക്ക് അങ്ങോട്ട് പോയിട്ട് പോ. ഇങ്ങനെ മടിച്ചിരിക്കല്ലേ? എനിക്ക് മാത്രോ? ഇവക്ക് എന്തെങ്കിലും ഒരു പണിയോടമ്മ? അതൊക്കെ ഞാൻ നോക്കി നീ പോ. അതെ, അവള് ഈ വീട്ടിലെ പണിയാണ് അവള്. പിന്നെ ഇനി അവൾക്ക് എന്തോന്ന് പണി കൊടുക്കാൻ? അത് ശരിയാണ്. എന്നാലും അത് മാത്രല്ല, ഞാൻ വളരെ ചെറുതാണ്. എന്നെ കൊണ്ട് പണി എടുപ്പിച്ചു കഴിഞ്ഞാൽ ബാലവേലയ്ക്ക് ഞാൻ കേസ് കൊടുക്കും. നിങ്ങളൊക്കെ ജയിലിൽ പോയി കിടക്കേണ്ടി വരും. ബാലവേലയ്ക്ക് കേസ് കൊടുക്കുവോ? ചെറുത് പഫർ ഫിഷ്. ഡയലോഗ് അടിക്കാൻ പോയി തൂക്ക്. ചെല്ലടി, അവക്ക് വേറെ പണി ഞാൻ കൊടുത്തോളാം. കൊടുക്കണേ, എനിക്കൊരു മനസ്സമാധാനം കിട്ടൂല. തൂക്കറിങ്ങി മക്കളെ. സത്യത്തിൽ നിന്റെ കാര്യം ഞാൻ ഇപ്പൊ വിചാരിച്ചതേ ഉള്ളൂ. അണ്ണ മനസ്സിൽ വിചാരിക്കുമ്പോഴേ ഞാൻ മാനത്ത് കാണും. ഒന്ന് കൊണ്ടുവന്നില്ലേ? ഞാൻ പെട്ടെന്ന് വന്നേല്ലേ. ബാഗ് അപ്പച്ചനെ വെച്ചോട്ടോ. ചിന്നു, നീ വല്ലാതെ ക്ഷീണിച്ചുവല്ലോ. ആഹാരം ഒന്നും കഴിക്കാറില്ലേ? ഞാൻ കഴിക്കണുണ്ടണ്ണാ. ഇതേപോലത്തെ കരിങ്കണ്ണ് വന്ന് പെട്ട് കഴിഞ്ഞാൽ ദേഹത്ത് വല്ലതും പിടിക്കുവോ? രാവിലെ തന്നെ നീ ചൊറിയുള്ള മരുന്ന് കഴിച്ചോണ്ട് ഇറങ്ങിയത് തുടങ്ങി വന്ന് കേറി ഉടനെ. അണ്ണാ ഇതിനെ പിടിച്ചു കെട്ട്. എനിക്ക് പിടിക്കണില്ല കേട്ടാ അതിന്റെ സ്വഭാവം. അപ്പച്ചി എന്തിനപ്പച്ചി ഈ ഓൾഡ് പീസിന്റെ അടുത്തൊക്കെ സംസാരിക്കാൻ നിൽക്കണേ? നിർത്ത്. നീ വന്നല്ലേ ഉള്ളൂ. ചെന്ന് വല്ലതും എടുത്ത് കഴിക്കല്ലേ. കഴിക്കണം. എനിക്ക് ആനയെ തിന്നാനുള്ള വിശപ്പുണ്ട്. വാ. ഡേ, ഇവള് വന്ന കാര്യ നിന്റെ ആങ്ങളെ അടുത്ത് മണിക്കോട്ടത്ത് വിളിച്ച് പറയാൻ നിൽക്കണ്ട. അതല്ല എനിക്ക് ജോലി. അല്ല, നീ പറഞ്ഞില്ലെങ്കിലും അങ്ങനെ ഇപ്പം മണത്തറിഞ്ഞു വരും. അല്ലെങ്കിൽ ഇവള് തന്നെ വിളിച്ച് പറഞ്ഞു കാണും ഇങ്ങോട്ട് വന്നു. എന്തോന്നണ്ണാ? ഞാൻ വിളിച്ചു പറഞ്ഞൊന്നുമില്ല. എന്റെ അമ്മയാണ്. മനസ്സാ വാച കർമ്മണ കർപ്പൂര ഞാൻ പറഞ്ഞിട്ടില്ല. നിങ്ങളാണോ സത്യം? ഞാൻ പറഞ്ഞിട്ടില്ല അണ്ണാ. നീ ഇപ്പം വന്നില്ല എന്നുള്ള വിളിച്ച് പറഞ്ഞു കാണും. അല്ലെങ്കിൽ നീ എപ്പോഴും വിളിച്ച് ഓരോ കാര്യങ്ങൾ പറയുമല്ലോ. നമുക്ക് സംശയരോഗി. ഇതിനെന്തിന് കെട്ടിയ വിധി ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. വാ എണീറ്റ് വാ മോളെ. ഇരുമോളെ ഇരിക്കച്ചാ, ഇത് വെച്ചോ. ഇതെന്തിരി? ഇപ്പൊ വരാം. അച്ഛൻ തൂത്തോ? നിന്നതും കൊള്ളാം, വന്നതും കൊള്ളാം. അപ്പച്ചയെ കണ്ടപ്പോ അതാ രണ്ടും കൂടെ പോണു.